ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ബിഗ് ലേണിംഗ്. ഇപ്പം നമ്മുടെ ഓപ്പറേറ്റർ ഇൻ വാട്ടർ അതോറിറ്റി പവർ ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ 10 ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SMBS ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. SMBS എന്ന് പറയുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിച്ചാണ്. ഓക്കെ, അപ്പം ഇന്ന് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവെർട്ടറും അതേപോലെ SMBSും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഈ യെല്ലോ കളറിലുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞു. ബാക്കിയുള്ളത് ബാറ്ററി ചാർജർ ആൻഡ് UPS. ഈ ബാറ്ററി ചാർജറിന്റെയും അല്പം കാര്യങ്ങളൊക്കെ ഇന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളാം. സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിട്ടുണ്ട്. ഇത് സിലബസ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. യെസ്, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കിത് പഠിക്കാനില്ല. വളരെ ബേസിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളൂ. അപ്പൊ ഇതൊരു പവർ സപ്ലൈ ആണ്. അപ്പൊ എന്താണ് ഒരു കൺവെൻഷണൽ പവർ സപ്ലൈയും ഈ ഒരു പവർ സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പവർ സപ്ലൈസും ഇൻക്ലൂഡിങ് ലാപ്ടോപ്പിന്റെ ചാർജർ, മൊബൈലിന്റെ ചാർജർ, ഇതെല്ലാം ഒരു സ്വിച്ച്ഡ് ബോർഡ് പവർ സപ്ലൈയിൽ നിന്ന് ഡെവലപ്പ് ചെയ്താന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള ചാർജേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പഴയ നോക്കിയന്റെ ഒക്കെ ഫോണ്, വളരെ പഴയ കീപാഡുള്ള ടൈപ്പ് നോക്കിയന്റെ ഒക്കെ ഫോണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നമുക്കൊരു 200-300 ഗ്രാം വെയിറ്റ് ഉള്ള, 1/4 കിലോ വെയിറ്റ് ഉള്ള ഒരു ചാർജറാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുക. ചാർജർ ഭയങ്കര ബൾക്കി ആയിരിക്കും. ഈവൻ ദോ അത് 200 മില്ലി ആംപിയർ തൊട്ട് മാക്സിമം 1000 മില്ലി ആംപിയർ വരെയൊക്കെ അതിന് കറണ്ട് പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഭീമമായ വെയിറ്റും അതേപോലെ സൈസുമാണ് അന്നത്തെ പവർ സപ്ലൈസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ, അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് എന്നുള്ള രീതിയിലാണ് SMBS അല്ലെങ്കിൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ വന്നത്. സ്വിച്ച്ഡ് ബോർഡ് പവർ സപ്ലൈയിലേക്ക് വന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആക്ച്വലി ബേസിക്കലി 3 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് വെയിറ്റ് റിഡക്ഷൻ, രണ്ടാമത്തത് സൈസ് റിഡക്ഷൻ, മൂന്നാമത്തത് ഹീറ്റ് റിഡക്ഷൻ. ഓക്കെ, അപ്പം കൺവെൻഷനലി നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുള്ള പവർ സപ്ലൈസ് ഒക്കെ ആണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. അതേപോലെ ഒരുപാട് എനർജി ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. കിട്ടുന്ന എനർജിയുടെ ഒരു സർട്ടൺ പോർഷൻ മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? ലൈക്ക് നമ്മളൊരു ട്രാൻസ്ഫോമർ എടുക്കുകയാണ്. ഈ ട്രാൻസ്ഫോമർ എടുത്ത് നമ്മൾ എനർജീനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 20% ലോസ് നമുക്ക് വരുന്നുണ്ട്, ബാക്കി 80% നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് 100% തന്നെയാണ്, അല്ലെ? നമ്മൾ KSEBിൽ നിന്ന് ഡ്രോ ചെയ്യുന്നത് ഫുൾ എമൗണ്ട് ആണ്. അതിൽ നിന്ന് 20% നഷ്ടമായി പോവുക എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? നമ്മൾ എക്യുപ്മെന്റ് അത് ഹീറ്റ് എനർജി ആക്കി മാറ്റും. പക്ഷെ ഈ 20% കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഈ ഒരു ട്രാൻസ്ഫോമറിനെ മാറ്റി നമ്മൾ സ്വിച്ച്ഡ് ബോർഡ് പവർ സപ്ലൈയിലേക്ക് വന്നത്. അപ്പൊ ഈ കാണുന്നതാണ് സ്വിച്ച്ഡ് ബോർഡ് പവർ സപ്ലൈയുടെ ഡയഗ്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് ബേസിക്കലി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ട്രാൻസ്ഫോമറിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നതാണ് ഈ ഒരു പവർ സപ്ലൈ എങ്കിലും ഇതിനകത്തൊരു ട്രാൻസ്ഫോമർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോമർ സാധാ ട്രാൻസ്ഫോമർ അല്ല, വളരെ സൈസ് കുറഞ്ഞ ട്രാൻസ്ഫോമർ ആണ്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പം
ആസ് ഓൾവേസ് കമ്പ്യൂട്ടർ പോലത്തെ മെഷീൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഒരുപാട് റേറ്റിങ്ങിലുള്ള പവർ സപ്ലൈ ആവശ്യമാണ്. മദർ ബോർഡിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മദർ ബോർഡിൽ ഒരു പെർട്ടിക്കുലർ റേറ്റിംഗ് ആയിരിക്കും വേണ്ടത്, ഹാർഡ് ഡിസ്കിന് മറ്റൊരു വോൾട്ടേജ് ആയിരിക്കും വേണ്ടത്, CD ഡ്രൈവിന് മറ്റൊരു വോൾട്ടേജ് ആയിരിക്കും വേണ്ടത്. അങ്ങനെ പല ഡിവൈസസിനും അതിനുള്ളിലുള്ള പല കമ്പോണൻസിനും പല വോൾട്ടേജ് ആയിരിക്കും വേണ്ടത്. അപ്പം അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയുടെ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിൽ നമുക്ക് ഒരുപാട് ഔട്ട്പുട്ടുകൾ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ബൾക്ക് റിഡക്ഷൻ, സൈസ് വെയിറ്റ് റിഡക്ഷൻ ആണ്. പണ്ട് ഇപ്പം നമ്മളുടെ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു 8 ആംപിയറിന്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് 2 കൈ കൊണ്ട് വരെ എടുത്ത് പൊക്കാൻ പറ്റില്ല, അത്ര വെയിറ്റ് ആയിരിക്കും 8 ആംപിയറിന്റെ. ഇപ്പം STK41412 എന്ന് പറയുന്ന IC ഒക്കെ ഉപയോഗിച്ച് വന്ന വലിയ ഫസ്റ്റ് ജനറേഷൻ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സിന്റെ ഒക്കെ ഈ ഒരു ട്രാൻസ്ഫോമർ വളരെ ഹെവിയാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. ഇത് ബ്ലോക്ക് ഡയഗ്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ സാധാരണ പവർ സപ്ലൈ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന്റെ കംപ്ലീറ്റ് ഒരു വർക്കിംഗ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൽ യൂഷ്വലി നമ്മളൊരു പവർ സപ്ലൈ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻപുട്ട് പവർ കടത്തിവിടുന്നത് ട്രാൻസ്ഫോമറിലേക്കാണ് അല്ലേ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിക്കും. അതിനുശേഷമാണ് നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഫിൽറ്ററിന് ശേഷമാണ് നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു കൺവെൻഷണൽ പവർ സപ്ലൈ. അപ്പം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 50 ഹെർട്സ് ഹൈ വോൾട്ടേജ് AC. So that is this 50 hertz, maybe 230 volt AC. ഈ ഒരു റെക്ടിഫയർ സെക്ഷനിലേക്ക് ഡയറക്റ്റ് വരികയാണ്. അതായത് നമ്മൾ ഇവിടെയുള്ള ട്രാൻസ്ഫോമറിനെ തൽക്കാലത്തേക്ക് ആദ്യത്തെ കമ്പോണന്റ് ആക്കി വെക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു പവർ റെക്ടിഫയർ ഉപയോഗിച്ച് 230 വോൾട്ടിനെ ഡയറക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയോഡ് ഉപയോഗിച്ച് ഒരു പവർ ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം തന്നെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുകയാണ്. ഇവിടെ ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ 50 ഹെർട്സ് ഈ ഒരു സിസ്റ്റത്തിന്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ലോ ഫ്രീക്വൻസി തന്നെയാണ്. കാരണം നമ്മൾ ചില സമയങ്ങളിൽ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന്റെ പല ഭാഗങ്ങളിലും, ഉദാഹരണം ഈ ഒരു സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് മുതൽ 100 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ആയിട്ട് ഇതിനെ നമ്മൾ മാറ്റും. അപ്പൊ ഈ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 50 ഹെർട്സ് ലോ ആയതുകൊണ്ടാണ് ഇവിടെ ലോ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് AC എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കൺവെൻഷനലി ഉപയോഗിക്കുന്ന AC തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതിന് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? റെക്ടിഫൈ ചെയ്യുന്നു. റെക്ടിഫൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് യൂണി ഡയറക്ഷനിലായിട്ടുള്ള റിപ്പിൾഡ് DC ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ബിഗിനിങ്ങിൽ ക്ലാസ്സിന്റെ 1-2 ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവും. അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള റിപ്പിൾഡ് ആയിട്ടുള്ള DC ആയിരിക്കും. അതായത് ഒരേ ഡയറക്ഷനിലുള്ള കറണ്ട് ആയിരിക്കും, പക്ഷെ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, യെല്ലോ കളർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഹൈ വോൾട്ടേജ് ഫിൽറ്റേർഡ് DC ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂഷ്വലി ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ നമ്മളിവിടെ 230 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈനലി നമുക്ക് ഇവിടെ വരുന്നത് 5 വോൾട്ട് DC ആണ് അല്ലെ. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കാരണം SMPS നിങ്ങൾക്ക് ഇവിടെ കിട്ടുക 230 വോൾട്ട് DC തന്നെയാണ്. ഓക്കെ, ഈ 230 വോൾട്ട് AC ഏകദേശം നമ്മൾ RMS വാല്യൂ ഒക്കെ പരിഗണിച്ച് 230 വോൾട്ട് DC ഇത് വേണമെങ്കിൽ നമുക്ക് 230 വോൾട്ട് RMS എന്ന് പറയാം. 230 വോൾട്ട് DC ആക്കി മാറ്റുന്നു. DC ആക്കി മാറ്റിയ ശേഷം ഇത് ഒരു തൈറിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു.
ഈ തൈറിസ്റ്ററിനെയാണ് നമ്മൾ ബേസിക്കലി ഹൈ ഫ്രീക്വൻസി സ്വിച്ച് എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ തൈറിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ച എല്ലാവരെയും കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ്. ഇവിടെ വരച്ചിട്ടുള്ള സിമ്പിൾ പ്രകാരം ഇതൊരു IGBT ആണെങ്കിലും ഇവിടെ നമുക്ക് മോസ്ഫെറ്റ് ഉപയോഗിക്കാം, JFET ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് SCR ഉപയോഗിക്കാം. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡയാക്ക് ഒഴികെയുള്ള ബാക്കി എന്തും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അല്പം ബുദ്ധിപൂർവ്വം ആൻസർ ചെയ്യണം കേട്ടോ. അതായത് ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് നിങ്ങൾ വളരെ ഹൈ വോൾട്ടേജ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, നോർമലി 230-ലും കൂടുതലുള്ള വോൾട്ടേജ് ഒക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്നെങ്കിൽ ഇവിടെ IGBT ആണ് വരിക. IGBT വെച്ച് ലോ വോൾട്ടേജ് ചെയ്യാൻ പറ്റില്ല എന്നില്ല, ഹൈ വോൾട്ടേജ് ചെയ്യണമെങ്കിൽ എന്തായാലും IGBT വരും. നോർമൽ 230 വോൾട്ടിലുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് മോസ്ഫെറ്റ് ഉപയോഗിക്കാം. അത്ര പ്രിസൈസ് ആയിട്ടില്ലാത്ത കൺട്രോൾ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ചെറിയ ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, SCR ഉപയോഗിച്ചും ചെയ്യാം. SCR ഒന്നും ഉപയോഗിക്കാറില്ല. ജനറലി നമ്മൾ ഒന്നെങ്കിൽ IGBT അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. യെസ്. അപ്പൊ ഈ മോസ്ഫെറ്റ് ഈ ഒരു DC വോൾട്ടേജിനെ ചോപ്പ് ചെയ്ത് ഒരു ഓൾട്ടർനേറ്റിംഗ് ഹൈ വോൾട്ടേജ് AC ആക്കി മാറ്റും. ഓക്കെ. പക്ഷെ ഇവിടെയുള്ള AC-യുടെ വേവ് ഫോം നിങ്ങൾ നോക്കുക, അത് ഒരു സ്ക്വയർ പാറ്റേൺ ആണ്. കാരണം ഒരു DC വോൾട്ടേജിനെ നിങ്ങൾ ഓണും ഓഫും ആക്കി കഴിഞ്ഞാൽ, ഓണും ഓഫും രണ്ട് ഡയറക്ഷനിലേക്ക് നമ്മൾ ഓൾട്ടർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആക്ച്വലി അതിന് നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഒരു ചോപ്ഡ് ഔട്ട് വേവ് ഫോം ആണ് നമുക്ക് കിട്ടുക. പ്യൂർലി സയൻസ് വേർഡിൽ വേവ് ഫോം അല്ല. എന്നിട്ട് ഈ ഹൈ ഫ്രീക്വൻസി AC-യെ നമ്മൾ വീണ്ടും ലോ വോൾട്ടേജ് AC ആക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെയാണ് ശരിക്കും SMPSന്റെ ശരിക്കും നിങ്ങൾ പഠിക്കേണ്ട കാര്യം. നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസ്ഫോമറിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളായ വെയിറ്റും സൈസും കുറയ്ക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് കൊണ്ടുവന്നതെങ്കിൽ കൂടി ഇതിനകത്ത് നമ്മളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമുക്ക് ഇത്തരത്തിലുള്ള സൈസ് കൊണ്ടോ വെയിറ്റ് കൊണ്ടോ തെർമൽ നോയ്സ് കൊണ്ടോ ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. വളരെ ചെറിയ സൈസിൽ, വളരെ കുറഞ്ഞ സ്പേസിൽ, വളരെ ലോ ഹീറ്റ് ഡിസിപ്പേഷനുള്ള ടൈപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആ ട്രാൻസ്ഫർ ഉപയോഗിച്ച് നമ്മൾ ഈ ഹൈ വോൾട്ടേജ് AC-യെ ഫ്രീക്വൻസി ഒട്ടും കുറയാതെ തന്നെ ഹൈ ഫ്രീക്വൻസി ലോ വോൾട്ടേജ് AC ആക്കി മാറ്റും. അപ്പൊ എന്തുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചുകൂടാ? അപ്പൊ അതിന്റെ കാരണം മറ്റൊന്നല്ല. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളൊരു ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു യൂണിവേഴ്സൽ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫോമറിലൂടെ നിങ്ങൾ കടത്തിവിടുന്ന ഫ്രീക്വൻസി, വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എത്രമാത്രം കുറയുന്നു, ട്രാൻസ്ഫോമറിന്റെ സൈസും വെയിറ്റും അതേപോലെ തന്നെ കൂടും. ഇത് നമുക്ക് ഒരിക്കലും ഡിസൈനിങ്ങിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പം ഫ്രീക്വൻസി എത്ര കുറയുന്നുവോ അത്രയും അതിന്റെ ഫിസിക്കൽ സൈസ് ആൻഡ് വെയിറ്റ് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് AC ആയതുകൊണ്ട് ഫ്രീക്വൻസി കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരു പ്രശ്നക്കാരനല്ലാത്ത, അധികമൊന്നും എനർജി ലോസ് തരാത്ത തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പം ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ IGBT-യുടെ ക്യാരക്ടറിസ്റ്റിക്സും സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും മാറ്റിയാൽ മതി. ഓക്കെ. അപ്പൊ എന്ത് സ്പീഡിൽ IGBT സ്വിച്ച് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഫീഡ്ബാക്ക് ലൂപ്പ് വഴി നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അപ്പൊ ഈ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ,
ഒരു പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പോർഷൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ഒപ്റ്റോ ഐസൊലേറ്ററിന്റെ ജോലി എന്താണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ലോഡിംഗ് ഇല്ലാതെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റോ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത്. അത് നേരെ ഒരു PWM കൺട്രോൾ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇതേ കൺട്രോൾ സർക്യൂട്ടിലേക്ക് മറ്റൊരു ഇൻപുട്ടും കൂടി വരുന്നുണ്ട്. അതൊരു പൾസ് ജനറേറ്റർ ഓസിലേറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് മേ ബി 5 കിലോ ഹെർട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അതായത് ലൈക്ക് ഈ ഒരു IGBTയുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി 5 കിലോ ഹെർട്സ് ആണ് ഇപ്പൊ ഞാൻ പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നത്. സോ PWM അല്ലെങ്കിൽ പൾസ് വിടുത്ത് മോഡുലേഷൻ കൺട്രോൾ സർക്യൂട്ടിലേക്ക് ഇപ്പൊ എത്ര കിലോ ഹെർട്സ് ഫ്രീക്വൻസി അതിന് കിട്ടുന്നുണ്ട്? 5 കിലോ ഹെർട്സ് ഫ്രീക്വൻസി കിട്ടുന്നുണ്ട്. സപ്പോസ് ഇവിടെ 3 കിലോ ഹെർട്സ് ഫ്രീക്വൻസി ആണ് ഫീഡ്ബാക്ക് വരുന്നതെങ്കിൽ ഒരു എറർ ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. സോ നോർമൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ 5 - 3 = 2 കിലോ ഹെർട്സ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. ആ 2 കിലോ ഹെർട്സിൽ വേരിയേഷൻ വരാം, ബിക്കോസ് അതിനും വീണ്ടും കറണ്ട് സെൻസേഴ്സും റെഫറൻസ് ഒക്കെ നമ്മൾ വീണ്ടും അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ ഒന്നിലധികം പാരാമീറ്റേഴ്സുമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ വോൾട്ടേജ്, അതേപോലെ തന്നെ കറണ്ട്, അതേപോലെ തന്നെ ഫ്രീക്വൻസി, ഈ 3 കാര്യങ്ങളും കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മളുടെ IGBTയുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്ത് നമുക്ക് ഇവിടെ എത്രയാണോ വേണ്ടത് ആ വേണ്ട ലെവലിലേക്ക് വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസ് ഒരുപാടാണ്. നമുക്ക് ഒരു ബിൽറ്റ് ഇൻ റെഗുലേറ്റർ ഇതിൻ്റെ ഉള്ളിലുള്ളത് പോലെയാണ്. 7805 ഒക്കെ പോലെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ഇതിൻ്റെ ഉള്ളിലുള്ളത് പോലെയാണ്. അപ്പൊ നോർമലി SMBSൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു ഗ്രേഡ് എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒന്ന് ഇതിന്റെ ഫുൾ ഫോം ആണ് ചോദിക്കാറുള്ളത് മിക്ക സ്ഥലങ്ങളിലും. പൊതുവെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നതുകൊണ്ടായിരിക്കാം. സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. അപ്പൊ ചില ബുക്കുകളിലൊക്കെ ഇത് സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പഠിച്ചവരുണ്ടാകും. പക്ഷെ സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ എസിന്റെ സ്വിച്ചിങ് എന്ന് പറയുന്ന വാക്കുണ്ടാവും, പവർ സപ്ലൈ എന്ന് പറയുന്ന വാക്കുണ്ടാവും. എമ്മിന് പകരം പല ടേംസും മാറ്റിയായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ചോദ്യം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ SMBSന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്, നമ്മൾ പറഞ്ഞു. മൂന്നാമത് വരുന്ന ചോദ്യം SMBSൽ എന്തുകൊണ്ട് നമുക്ക് വളരെ ചെറിയ സൈസുള്ള ട്രാൻസ്ഫോമറിനെ ടെക്നിക്കലി ഡിസൈനിങ്ങിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ SMBSൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ സർക്യൂട്ടറി അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. ആ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല എന്ന് വിചാരിക്കുന്നു. കാരണം പലതരത്തിലുള്ള SMBSകൾ നമ്മളുടെ മോസ്ഫെറ്റ്, JFET, അതേപോലെ തന്നെ IGBT ഇവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഹൈ വോൾട്ടേജ് നിങ്ങൾ ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് എന്ന് എവിടെ കേൾക്കുന്നു, അത് ഈ ഒരു ടോപ്പിക് ആയിട്ടോ മറ്റേത് ടോപ്പിക് ആയിട്ടോ നിങ്ങൾ ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് കേൾക്കുകയാണെങ്കിൽ അത് അതിന്റെ പുറകിലുള്ള IGBT ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുള്ള ഇതിന്റെ SMBSനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കണ്ടന്റ് ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പല സ്റ്റേജസ് ആയിട്ട് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനെ നമുക്ക് തരംതിരിക്കാം. അത് ഈ 5 സ്റ്റേജസ് ആണ്. ഇത് വെച്ചൊന്നും ചോദ്യമൊന്നും വരില്ല. അങ്ങനെ ഇതൊന്നും കറക്റ്റ് ഡിഫൈൻഡ് ആയിട്ടുള്ള പല ടെക്സ്റ്റ് ബുക്കുകളും പല രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ പല സ്റ്റേജുകളാക്കിയിട്ട് ഈ ഒരു നോട്ടിൽ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം. അത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുക. ഓക്കെ, യെസ്. അപ്പൊ ട്രാൻസ്ഫോമർ സ്റ്റേജിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ റേഞ്ച് 20 കിലോഹെർട്സ് തൊട്ട് എന്നുവെച്ചൊരു 2 to 5 മെഗാഹെർട്സ് വരെയൊക്കെയാണ് ഇതിന്റെ സ്വിച്ചിങ് സ്പീഡ് പോവാറ്. അപ്പൊ എത്ര റെക്ടിഫയേഴ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്? 2 റെക്ടിഫയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. 2 റെക്ടിഫയർ സെക്ഷൻ ഉണ്ടാവും ഈ ഒരു പെർട്ടിക്കുലർ മെക്കാനിസത്തിന്റെ ഉള്ളിൽ. പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മളെ ഇതിനു മുമ്പെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ബേസിക്കലി ഇതൊരു പ്രത്യേക വിടുത്തുള്ള ഒരു പൾസാണ്. അതേപോലെ ഇതൊരു പ്രത്യേക വിടുത്തുള്ള ഒരു പൾസാണ്. അപ്പൊ ഈ ഒരു പൾസ് ഇതൊരു 5 വോൾട്ട് AC ആണെങ്കിൽ, രണ്ടും 5 വോൾട്ട് AC ആണെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യും? ബൾബ് ഇത്രയും സമയം ഓൺ ആയി നിൽക്കും, ഇത്രയും സമയം ഓഫ് ആയി നിൽക്കും അല്ലെ? ഓൺ ആയി നിൽക്കുന്ന ടൈം ഉണ്ട്, അതേപോലെ ഓൺ ആയി നിൽക്കുന്ന സമയം ഇതാണ്, ഓഫ് ആയി നിൽക്കുന്ന സമയം വീണ്ടും ഇത്രയും നേരം ഓൺ ആവുന്നു, ഇത്രയും നേരം ഓഫ് ആവുന്നു. അപ്പൊ ഏകദേശം 50% സമയം ഇത് പവർ കിട്ടുന്നില്ല, ഓഫ് ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് ആ ഒരു ബൾബിലേക്ക് പോകും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ നേരം ഓൺ ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കുറച്ച് നേരം മാത്രമേ ഓഫ് ആയിരിക്കുന്നുള്ളൂ, വീണ്ടും കൂടുതൽ നേരം ഓൺ ആയിരിക്കുകയാണ്. അപ്പൊ ഈ ബൾബ് എന്ത് ചെയ്യും? കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ട് കത്തും. ഇത് കുറച്ച് ഡിമ്മർ ആയിട്ടായിരിക്കും കത്തുക. അപ്പൊ ഇവിടെ ഈ പൾസിന്റെ വിടുത്ത് നമ്മൾ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഒരു പൾസ് എന്ന് പറയുന്നത് ഒരു ഓഫും അതേപോലെ ഒരു ഓൺ സ്റ്റേറ്റും കൂടിയതാണ്. ഇതാണ് ശരിക്കും ഒരു പൾസ്. ഇങ്ങനെയാണ് പൾസ് വരയ്ക്കാം. അപ്പൊ അതിന്റെ വിടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വിടുത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബൾബിനെ ബ്രൈറ്റ് ആക്കാം, ഡിം ആക്കാം. ബൾബല്ല ഇവിടെ എന്ത് എക്യുപ്മെന്റ് ആണോ കണക്ട് ചെയ്ത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ പൾസ് വിടുത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. പൾസ് വിടുത്ത് മോഡുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് ഒരു മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. നിങ്ങൾ FM-ലേക്ക് ഇത് കേട്ടിട്ടുണ്ടാവും. യെസ്. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആൻസർ ചെയ്ത് നമുക്ക് അടുത്ത ടോപ്പിക് ഇൻവെർട്ടറിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. യെസ്, SMBS സ്റ്റാൻഡ്സ് ഫോർ, ഞാൻ ഒറ്റ തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബി ആണോ ഡി ആണോ? ബി ആണ് അല്ലെ? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. യെസ്. The main function of an SMBS is to SMBS ന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? കൺവേർട്ട് AC to mechanical energy, convert electrical power efficiently from one form to other, measure electric power, store electric energy. അപ്പൊ ബി ആണ് റൈറ്റ് ആൻസർ അല്ലേ? ഇലക്ട്രിക്കൽ പവറിനെ എഫിഷ്യൻ്റ്ലി കൺവേർട്ട് ചെയ്യുക. എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉണ്ട്. വിച്ച് കമ്പോണന്റ് ഇസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഇൻ SMBS? ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തില് ലൈക്ക് ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസിസ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രാൻസിസ്റ്ററിലേക്ക് നിങ്ങൾ 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഒരു ഊഹമുണ്ടോ? 230 വോൾട്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന ട്രാൻസിസ്റ്റർ അല്ല ഇത് പവർ ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ. സാധാരണ ട്രാൻസിസ്റ്ററും പവർ ട്രാൻസിസ്റ്ററും വ്യത്യാസമുണ്ട്. സാധാരണ ഡയോഡും പവർ ഡയോഡും വ്യത്യാസമുണ്ട്. ചെറിയ വോൾട്ടേജിൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് പവർ കൂട്ടാതെ വിളിക്കുക. ട്രാൻസിസ്റ്റർ ഡയോഡൊക്കെ പവർ കൂട്ടാതെ വിളിക്കുന്നു. ഇനി പവർ എന്ന് പറഞ്ഞൊരു വാക്ക് പുറകെ വന്നു കഴിഞ്ഞാൽ ഇത് ഹൈ വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഈ ഒരു പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സാധനം അത്യാവശ്യം കാണാനൊക്കെ നല്ല സൈസ് ഉണ്ടാവും. ഹീറ്റ് സിങ്ക് എല്ലാം ഉള്ള വലിയ സാധനം. അവിടെ ട്രാൻസിസ്റ്റർ എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4. കമ്പയർഡ് ടു ലീനിയർ പവർ സപ്ലൈ. ലീനിയർ പവർ സപ്ലൈ എന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്യാത്തതിനെയാണ് ലീനിയർ എന്ന് പറയുന്നത്, ചോപ്പ് ചെയ്യാത്തത്. അപ്പം ഹയർ എഫിഷ്യൻസി. യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ. SMBS operates at very low frequency, high switching frequency, audio frequency, zero frequency. High switching frequency. High switching frequency, yes. ഫ്രീക്വൻസി എന്ന് പറയുന്നതും സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ് കേട്ടോ. SMBSന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SMBSലേക്ക് വരുന്ന ഇൻപുട്ടിൽ എത്ര ഹെർട്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്.
പക്ഷെ സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ കൺട്രോളർ മോസ്ഫെറ്റ് എത്ര സ്പീഡിൽ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആരും മൈക്കോണാണല്ലോ സരീഷ്, can you unmute? Thank you. Which of the following is an advantage of SMBS? സരീഷ് പറയൂ. Compact and design. Compact and lightweight design. Yes. Okay. The output of an SMBS is generally പറയണേ regulated DC voltage. റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആണ്. നമുക്ക് സാധാരണ പവർ സപ്ലൈയിൽ എന്ത് കിട്ടില്ല? സാധാരണ പവർ സപ്ലൈയിൽ നമുക്ക് റെഗുലേഷൻ കിട്ടില്ല. കിട്ടുമോ? റെഗുലേഷൻ നമുക്ക് കിട്ടില്ല. ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും ബിക്കോസ് ഓഫ് ദ ഫീഡ്ബാക്ക്. നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിൽ കറക്റ്റ് നിന്നോളും. ഇൻപുട്ട് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഔട്ട്പുട്ട് വ്യത്യാസം വരില്ല, കൃത്യമായിട്ട് വന്നോളും. Which device is commonly used to isolate the input and output stages in an SMPS? അതിന് ആൻസർ സിമ്പിളാ, അതിനകത്തുണ്ടല്ലോ. ബി ആണോ? ബി ആണോ ഡി ആണോ? ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ഇൻപുട്ട് സൈഡിന് ഔട്ട് സൈഡിലേക്ക് വേർതിരിക്കുക. ബി ആണ് കേട്ടോ. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. എപ്പോഴും ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റർ ആണ് അല്ലേ? ട്രാൻസ്ഫോമർ ഒരു ഡയറക്റ്റ് കണക്ഷനെ, ഒരു ഫിസിക്കൽ കണക്ഷൻ ഇല്ല ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ. അതുകൊണ്ട് ഐസൊലേറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ട്രാൻസ്ഫോമർ ഇങ്ങനെ വെച്ച് ഒരു സംഗതി നമ്മൾ കപ്പിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി എങ്കിൽ നമുക്ക് ഈ പ്രൈമറി വോൾട്ടേജ് ഇവിടെ വരെ വന്ന് സെക്കൻഡറി വോൾട്ടേജ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ആയി പോവുകയാണ്. ഇതിനിടയ്ക്ക് നോക്കുക, ഇവർ തമ്മിൽ ഫിസിക്കലി ഒരു കണക്ഷൻ ഇല്ല. ഇതിനിടയ്ക്ക് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്കൊരു എന്തെന്ന് പറയാം, ഒരു ഐസൊലേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രൈമറിയിലുള്ള നോയ്സും കാര്യങ്ങളൊന്നും സെക്കൻഡറിയിലേക്ക് നമ്മൾ കിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. അങ്ങനത്തെ ട്രാൻസ്ഫോമർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ഫോമറിന്റെ ഈ ഒരു കഴിവ്. കോമൺ ആപ്ലിക്കേഷൻ ഓഫ് SMPS ഈസ് ഇൻ computers and electronics devices. ഇത് ആക്ച്വലി ഇത് ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഓക്കെ, യെസ്. The one major advantage of SMPS over conventional power supplies or powerless Higher efficiency and less heat generation. Okay, yes. SMPS ഒക്കെ കേടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് കേടായി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഈ ഓപ്പറേറ്റർ ലെവൽ എക്സാം ആയതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അതായത് ട്രബിൾ ഷൂട്ടിംഗ്, ഒരു കമ്പോണന്റ് കേടായി കഴിഞ്ഞാൽ അത് നന്നാക്കി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഇപ്പൊ SMPS ഉണ്ടാവുന്ന മെയിൻ SMPS ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും? SMPS പോയ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? പവർ വരുന്നില്ല എങ്കിൽ SMPS ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, SMPS അഴിച്ചു നോക്കുക. SMPS അഴിച്ചു നോക്കുന്ന സമയത്ത് SMPSലേക്കുള്ള ഇൻപുട്ട് നോക്കുക, അതുപോലെ അതിനകത്തുള്ള IGBTന്റെ കണ്ടിന്യൂറ്റി നോക്കുക. IGBT എന്ന് പറയുന്നത് സ്വിച്ചിങ് സർക്യൂട്ടാണ്. ആ സ്വിച്ചിങ് സർക്യൂട്ടിന്റെ കണ്ടിന്യൂറ്റി നോക്കുക. പിന്നെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി, രണ്ട് സെക്കൻഡറി കോയിലുകൾ തമ്മിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിന്റെയും ഷോർട്ട് ആവുന്നുണ്ടോ എന്നുള്ളതിന്റെ ടെസ്റ്റ് നടത്തുക. ഈ 3 സാധനങ്ങൾ അതിനകത്ത് പോവുള്ളൂ SMPS. യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള ഇൻവേർട്ടർ ആണ്. ഇത് സിലബസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ചൊരു പ്രാക്ടിക്കൽ മോഡിൽ പഠിക്കാനാണ്. അതായത് ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താ, ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ്, നിങ്ങൾ വായിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ സിലബസ് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിരുന്നു.
നമുക്ക് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവേർട്ടർ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ